അപ്പോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് എൻ്റെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളെ യൂട്യൂബ് കുടുംബത്തിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാരും ചോദിക്കുന്നുണ്ട് നമുക്ക് എന്നാ പറ്റിയെന്ന്. അമ്മ പോയിട്ട് ഇന്നേക്ക് 14 ദിവസമായി. ഇപ്പൊ നമുക്ക് മനസ്സൊരു ശരിയായിട്ട് എല്ലാവർക്കും ആയാലും അങ്ങനെ, എനിക്കായാലും അങ്ങനെ, ഇതൊക്കെ ആയാലും അങ്ങനെ എല്ലാവർക്കും അങ്ങനെ. എന്നുവെച്ചാല് ഭസ്നമ്മ വീടിയാന്നുണ്ടായി. എല്ലാവരും ഭസ്നമ്മ വെച്ച് ഞാനിപ്പോ അങ്ങനെ പറയും. ഭസ്നേച്ചിനെ ഞാൻ വിളിക്കല്, ഞാൻ ഭസ്നേച്ചിയെ വിളിക്കുമ്പോ എന്നെ അനിയത്തിന്ന് വിളിക്കും. എന്താ പറയേണ്ടത് നമുക്ക് അറിയുന്നില്ല സത്യത്തില്. ഒരു സൂക്കടും ഇല്ലാണ്ട് ഇടുന്നു. വെള്ളിയാഴ്ച അങ്ങോട്ട് എല്ലാവരോടും വിളിച്ചാലും പറയും ഞാൻ വെള്ളിയാഴ്ച വരുന്നുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച ഇടുന്ന് നമ്മൾ ഒന്നിച്ച് കഞ്ഞിയും ചായയും എല്ലാം കുടിച്ചു, കഞ്ഞിയും കുടിച്ചു. ഇവിടുന്ന് 4:20 ബസ്സിന് ഇവിടുന്ന് ബസ് കയറി പോയ വസന്തേച്ചിയാണ്. പിറ്റേന്ന് രാവിലെ അന്ന് ഇവള് വിളിച്ചിട്ട് പറയുന്ന എന്നോട്, അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആംബുലൻസിൽ. ആ മരയൊക്കെ എനിക്ക് ഇന്നും അറിയില്ല. എന്ന് വെച്ചാല് ഇന്നലെ ഇവിടുന്ന് പോയി ഒരു രാത്രി കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ 7:45 ബസ്സിനാണ് തിരിച്ചു വരുന്നത്. ഒരു രാത്രി ഉറങ്ങി വെച്ചിട്ട് ഒരാള് ആംബുലൻസിൽ പോയി എന്ന് കൊണ്ടുപോയിന്ന് പറയുമ്പോക്ക് ആ തൈപ്പ് ഞെട്ടല് എനിക്ക് ഇന്നും മാറിയിട്ട്. കുറച്ച് കഴിയുമ്പം പറയുന്നു വസന്തമ്മ പോയി. അന്ന് മുതൽ തുടങ്ങിയതാണ് എനിക്ക് തലവേദനയും. എന്താ പറയണ്ടത്, നമ്മളെ ദേഹത്തുനിന്ന് ഒരാൾ അങ്ങോട്ട് പോയ പോലെ, ഒരു പകുതി അങ്ങോട്ട് പോയ പോലെ ഒരു അനുഭവം. ഇങ്ങനെ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു, ആക്കുന്നു, തിന്നുന്നു എന്നല്ലാണ്ട് ഒരു മനസ്സ് ഇത്ര വരെ നമുക്ക് നേരായിട്ട. എന്ന് വെച്ചാല് വസന്തേജിക്ക് എല്ലാവരോടുള്ള പെരുമാറ്റവും, വസന്തേജിന്ന് വിളിക്കുമ്പോ ആ ചിരിയും അതെല്ലാം എന്താ നമ്മൾ അവരോട് ഇടപഴകിയാലേ അത് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു വസന്തേജി ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുന്നു. ദൈവം എന്ത് ക്രൂരത അവർക്ക് ചെയ്തതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. 64 വയസ്സായി. അവന് തടി പ്രകൃതം കാണുമ്പോ പ്രായം തോന്നുന്നു 64 വയസ്സായിട്ട്. പിന്നെ വെരിക്കോസിന്റെ ആ സൂക്കട് ഉണ്ടായിട്ടും കുറെ നാളിട വന്നിന് അതെല്ലാം മാറിയിട്ട് ഇടുന്ന് പോവുകയും ചെയ്തതാണ്. എത്ര ആള് എല്ലാരും മരിക്കണം എന്നല്ല പറയുന്നത്. എത്ര കിടപ്പ് രോഗികളെല്ലാം ഉണ്ട്, എത്ര ആൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. നടക്കുന്നവരല്ലേ ഇപ്പൊ ദൈവം കൊണ്ടുപോകുന്നെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നടന്ന് നാളെ നമ്മൾ പോവും, അതല്ല പ്രശ്നം. ഞാൻ ആ നിമിഷം ഞാനും വിചാരിക്കുന്നതിന് ജീവിക്കുകയേ വേണ്ട, എന്തിന് ഒപ്പം നടക്കുന്ന ഒരാളല്ല അങ്ങനെ പോയത്. എനിക്ക് അന്നേരം മരിച്ചാൽ മതിയുള്ള ഒരു ഇതാണ് എനിക്കുണ്ടായത്. എന്താ വെച്ചാൽ അത്രയും നമ്മൾ സ്നേഹത്തിൽ കഴിഞ്ഞതാണ്. ഞാനങ്ങോട്ട് വരി, വസന്തമ്മ അങ്ങോട്ട് വരി, അങ്ങനെ നമ്മ കളിച്ചതാണ്. എങ്ങനെ എത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുന്നു, അങ്ങനത്തെ ഒരു ഇത് ആർക്കും മനസ്സിലുണ്ടായിട്ട. അങ്ങനെ വീഡിയോ എടുക്കുന്നു, അല്ലെങ്കിൽ ആടെ പോയാല് വസന്തമ്മനാടുന്ന് വീഡിയോ എടുക്കും, ഇവിടെ വന്നാൽ നമ്മ ഒന്നിച്ചെടുക്കും. ഇവിടെ വെച്ചാല് നമ്മളെക്കാട്ടി ചോദിക്കുന്നത് എല്ലാവരും വസന്തമ്മനാണ്. ഇവിടെ ഞാൻ പണിക്ക് പോകുമ്പോൾ എല്ലാവരും വസന്തമ്മനെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്താ വെച്ചാൽ അത്രയും നല്ലൊരു സ്ത്രീയാണ് അവര്. ഏതില് നോക്കിയാലും അവര് ലിജിക്ക് ഞാനും അവള് പെറ്റമ്മയാണ്. ഓക്ക് എന്നെങ്ങാട്ടി സ്നേഹം വസന്തമ്മയോണ്ടാണ്. എന്താ വെച്ചാല് അങ്ങനെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഓളൊന്നും പറയുകയോ ചെയ്യുകയോ ഒന്നും വരെ ഉണ്ടായിട്ട. അങ്ങനത്തെ ഒരു ആളിനി ഭൂമിയിൽ ജനിക്കണത്രയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരാളുണ്ടാവുമെന്ന് തന്നെ എനിക്കറിയില്ല. എന്താ വെച്ചാൽ അത്രയും നല്ല സ്വഭാവമുള്ള അവർക്ക് വീഡിയോയിൽ ഇപ്പൊ നമ്മോട് വർത്താനം പറയാനുള്ള അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാല് വാക്ക് തെറ്റുമെന്നുള്ള ഒരു ഇത്. നല്ല രുചി പറയും, തെറ്റിയാൽ അമ്മ അതെല്ലാം അതിനെ കളയാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും അവർക്ക് നിൽക്കാതൊരു പണിയല്ലേ. ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിച്ച് അവർക്ക് മലയാളം എന്നാലും നമ്മളോട് കൂടുതലായിട്ട് പറയും. എന്തെങ്കിലും അറിയാന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കാനും എല്ലാം നല്ല സൂപ്പറാണെന്ന്. ഇപ്പൊ നമ്മൾ ഒരു വെള്ളമായാലും ഒരു ചായ ആയാലും കൊടുക്കുമ്പോൾ താങ്ക് യു എന്നുള്ളൊരു വാക്കും നല്ല രുചി പറയും. എന്തിനാ അമ്മ എപ്പോ അങ്ങനെ പറയുന്നെന്നെല്ലാം പറയും. അങ്ങനെ എത്ര പറഞ്ഞാലും അവരത് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു
അങ്ങനത്തെ ഒരാളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ ഇത്രയും കാലം 53 വയസ്സ് എനിക്കായി. അങ്ങനത്തെ ഒരാളെ ഞാൻ ഇന്ന് വരെ കാണണത്ര. അത്രയും നല്ലൊരു വസന്തമ്മയാണത്. എങ്ങനെ വീഡിയോ എടുക്കും, എങ്ങനെ മുമ്പിലോട്ട് പോവാ, അങ്ങനത്തെ എല്ലാം ഒരു വിചാരാന്ന് ഇപ്പൊ. എന്താ വെച്ചാൽ ഇത് വരുമ്പോ നമുക്ക് അവരെ ഓർമ്മ വരുന്നു. എപ്പോ നമ്മ ഈ ടേബിളിൽ ചെയ്തിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടിയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട്. എന്താണ് പറയേണ്ടതെന്ന് എന്നാൽ നമുക്ക് കാലിന് സുഖമില്ലാണ്ടല്ലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത്രയും വലിയ കുളം പോലെയില്ല പുണ്ണല്ലാന്നുണ്ടായിനി. എന്നാലും അമ്മക്ക് കാലിന് സുഖമില്ല അത് പറയുന്നല്ലാണ്ടാവുന്ന നമ്മ അങ്ങനെ കാണിക്കാൻ വേണ്ടി നിന്നിട്ട് അത്രയും സുഖമില്ലാണ്ട് ഉണ്ടായിന്. പക്ഷെ അതെല്ലാം മാറി, എല്ലാം ഉണങ്ങി നല്ല വൃത്തിയായി വന്നതാണ്. ഒരു ഇറച്ചി മീനൊന്നും കഴിക്കാണ്ട് പത്യത്തിൽ നിന്നിട്ട് അതെല്ലാം ഉണങ്ങി നല്ല ആകെ ഒരു പ്രഷർ ഷുഗർ ഉണ്ട്. പക്ഷെ അത് നോർമലായിട്ട് ഗുളികയെല്ലാം കഴിച്ച് നല്ല വൃത്തി പോകുന്നുണ്ടായിന്. അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ട. അന്ന് വെള്ളിയാഴ്ച ലോകു സ്കൂളിൽ ഓടിക്കൊണ്ട് ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ടും അങ്ങനെ അത്രയും പെരുമഴയത്ത് ഞാൻ വന്നിന്. പക്ഷെ അമ്മമ്മനെ ഞാൻ കൊണ്ടാക്കാൻ വരും. ഭയങ്കര സ്നേഹമാണ് അമ്മയോട്. അമ്മനെ ഞാൻ കൊണ്ടാക്കാൻ വരും, എന്നെ കൂട്ടാണ്ട് പോയിക്കൂടാറിനോണ്ട് അന്നേരം നമ്മ ഉച്ചക്കെല്ലാം പോകുന്നതാണ്. എന്നിട്ട് 4:30 ബസ്സിന് ഓരോ സ്കൂളിൽ വന്നതിന് ശേഷം 4:20 ബസ്സിന് ഇടുന്ന് ഞാനും അമ്മയും ലോകൂട്ടനും പോകുന്നു. അതും പയ്യന്നൂരെത്തിയിട്ട് പെരുമ്പലെത്തിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തി നമ്മെല്ലാരും ഒരുമിച്ച്, അനിയന്റെ ഭാര്യയും ഉണ്ടായിന്, മക്കളുണ്ടായിന്, എല്ലാരും ഒരുമിച്ച് ചായയെല്ലാം കുടിച്ച് അത്രയും സന്തോഷത്തോടെ അമ്മ ഭയങ്കര ഹാപ്പി ഉണ്ടായിന്. എന്റെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ചോദിക്കുകയും ചെയ്ത് അമ്മേനെ എപ്പോ വരല് ചോദിച്ചാൽ പറഞ്ഞു വിജി ഞാനൊരു ദിവസം വരുന്നുണ്ട് കണ്ടു വിളിക്കുന്നു പറയും ചെയ്തു എന്നോട്. പക്ഷെ പിറ്റേന്ന് രാവിലെ എന്റെ അവസ്ഥ കൊറേ പേര് വിളിച്ച് കൊറേ ആണ് നമ്മള് അറിഞ്ഞിട്ട് എല്ലാരും ഭയങ്കര നമ്മളെക്കാള് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എല്ലാവർക്കും. പകൽ പേര് അമ്മേനെ കാണാൻ വീട്ടിലേക്കുമ്പോ നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ തന്നെ ചേച്ചി 2 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് അറിയ പോലും ഇല്ല നമ്മ ഇതുവരെ കണ്ടിട്ട. നമ്മളെ വീഡിയോയിൽ കണ്ട ആ ഒരു ബന്ധം മാത്രമേ ഇല്ല. വന്നിട്ട് വേണ്ടാട്ടേക്കും അന്വേഷിച്ച് വന്നിന്. കൊറേ പേര് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാരും കൊറേ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞെട്ടി തിരിച്ചു പോയി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ അമ്മ രാവിലെ അന്ന് ശനിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച എടുത്ത് പോയി ശനിയാഴ്ച രാവിലെ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച് ഗുളികയെല്ലാം വാങ്ങാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് തന്നെയാണ് ഷുഗറിന്റെ ഗുളിക. അന്ന് പിന്നെ നമ്മ വീഡിയോയിൽ പറഞ്ഞിട്ടാന്നേറ്റു അനിയേട്ടൻ പോവുകയും ചെയ്തിന് തിരിച്ച് അർമേനിയയിലേക്ക്. അന്ന് പോകുമ്പോ യുദ്ധത്തിലെല്ലാം പെട്ട് അങ്ങനെയുള്ള ആയതുകൊണ്ട് ഇപ്രാവശ്യം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാ. പോയിട്ട് അവിടെ ജോലിയെല്ലാം സെറ്റായി എല്ലാം റെഡി ആയിട്ടാകുമ്പോ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിനും കൂടി വേണ്ടിട്ട് അമ്മ വന്നിട്ടുണ്ടായിന്. അനിയുടെ പോകുന്നോണ്ട് അനിയുടെ പോയിട്ട് 10 ദിവസം കഴിഞ്ഞിന് അമ്മ ഇവിടുന്ന് പോയതിന്. പക്ഷെ അനിയേട്ടന് ഇവരറിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിട്ട് അനിയേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിന്. അനിയേട്ടനും ഏട്ടനും അമ്മേടെ മൂത്ത മോനും ഗൾഫിലുണ്ടായി. അപ്പൊ ഏട്ടൻ അന്ന് രാത്രിക്ക് തന്നെ എത്തിന്. അനിയേട്ടൻ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് എത്തിന്. എല്ലാവരും പറഞ്ഞു നീ പോയിട്ട് പത്രമെല്ലാമായിട്ട് വരണ്ട, ഷോൻ അങ്ങനെ നിൽക്കുന്നില്ല, കാണണമെന്ന് പറഞ്ഞിട്ട് അനിയേട്ടനും വന്നതിന് ശേഷം പറയാൻ പറ്റില്ല. എന്താ വെച്ചാല് എന്നാ അമ്മനെ പിന്നെ കാണാൻ പറ്റൂലല്ലോ, പിന്നെ ആ ഒരു കുറ്റബോധം പിന്നെ ഉണ്ടാവും വന്നിട്ടില്ലെങ്കിൽ. പിന്നെ അമ്മക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട. പ്രഷർ ഷുഗറിന്റെ ഗുളിക കഴിക്കുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട. രാവിലെ അന്ന് ശനിയാഴ്ച രാവിലെ ആശുപത്രിയെല്ലാം പോകണോണ്ട് വേഗം എണീച്ച് വെള്ളം കുടിച്ച് ബാത്റൂമെല്ലാം പോയി വന്ന് പെട്ടെന്ന് നമുക്കൊരു ചുമ വന്നിന്. പിന്നെ ശ്വാസം കിട്ടുന്നുണ്ടായിട്ടാന്ന് പറഞ്ഞ് അനിയനും ഭാര്യയും ഉണ്ടായിന് വീട്ടില്. അവര് വേഗം ആംബുലൻസിനെ വിളിച്ചിട്ട് കൊണ്ടുപോയി. 5 മിനിറ്റേ ഉണ്ടായിട്ടു അവിടുന്ന് ഡാക്ടറിന് പയ്യന്നൂരേക്ക് എത്താൻ. എന്നിട്ട് എന്റെ വസമ്മ തിരിച്ചെടീട്ട് അപ്പൊ അറ്റാക്കാണ്ടായിന്. എല്ലാരും ചോദിക്കുന്നുണ്ടായിന് വസമ്മക്ക് എന്താ പറ്റിയതെന്ന്.
അവർക്ക് വേണ്ടിട്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്ത്. നമുക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ എടുക്കാതിരി. അപ്പൊ ഇനി എല്ലാം ശരിയായിട്ട് എല്ലാം ലെവലായിട്ട് അപ്പൊ നമ്മൾ വീഡിയോ ഇടാൻ നോക്കാം. അത്ര പറയായിരുന്നു മതിയാക്കാം.